ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. തുഞ്ചൻ പറമ്പിൽ പോയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ആണിത്. ഇതാണ് തുഞ്ചൻ പറമ്പിൻ്റെ ആ ഒരു പ്രവേശന കവാടം. ആ ഒരു പ്രവേശന കവാടവും അകത്തുള്ള ആ കെട്ടിടങ്ങളും എല്ലാം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതുപോലത്തെ വെട്ടുകല്ല് കൊണ്ടാണ്. അതെന്തെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ആ ഒരു പഴമ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണി കഴിപ്പിച്ചത്. കണ്ടില്ല ആ ഒരു പ്രവേശന കവാടം എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ഒരു പുസ്തകപ്പുര, ലൈബ്രറി. ഇതിനുള്ളിൽ ഒരുപാട് സാഹിത്യപരമായിട്ടുള്ള ഒട്ടനവധി പുസ്തകത്തിൻ്റെ ആ ഒരു കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് കുട്ടികൾ പഠിക്കാനായിട്ടും ബുക്സ് വായിക്കാനായിട്ടും ഒക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. കാരണം നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ് ഇവിടെ. ഇതാണ് ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ച കൃഷ്ണശിലാ മണ്ഡപം. ഏവരെയും ഒരു ആകർഷണം ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു ശില്പമാണിത്. ഇതിനുള്ളിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും ഒരുപാട് പടുകൂറ്റൻ വൃക്ഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും വർഷത്തെ പഴക്കമുണ്ട്. പക്ഷെ എങ്കിലും അതൊന്നും നശിപ്പിക്കാതെയാണ് ഓരോന്നും പണി കഴിപ്പിച്ചിരിക്കുന്നത്. ധാരാളം ചെടികൾ നട്ടു വളർത്തിയിട്ടുണ്ട്. ഒരുപാട് പൂക്കളിട്ട് അതിങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് സന്ദർശകർ വരുന്നുണ്ടാകാം. പൂക്കളൊന്നും അടർത്തിയെടുക്കരുത്, അതൊന്നും തുടരുതെന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ തുഞ്ചൻ പറമ്പിൻ്റെ ആ ഒരു പ്രവേശന സമയം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. ഇതിനുള്ളിൽ ഫോണൊന്നും യൂസ് ചെയ്തുകൂടാ. ഫോൺ ഉപയോഗിക്കണമെങ്കിൽ ആ പുസ്തകപ്പുരയിൽ നിന്ന് നമ്മൾ സ്പെഷ്യൽ പെർമിഷനൊക്കെ വാങ്ങിക്കണം. അതിന് കുറച്ച് പേയ്മെൻ്റൊക്കെ ഉണ്ട്, ഒരു ചെറിയ എമൗണ്ട്. അതൊക്കെ പേ ചെയ്തിട്ട് വേണം ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പ്. മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ച സ്ഥലമാണ് ഈ തുഞ്ചൻ പറമ്പ്. മലപ്പുറം ജില്ലയിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള തൃക്കണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് അന്നാര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്താണ് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രവും അന്നാര നരസിംഹസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകരുടെ ആകർഷണം നേടിയെടുക്കുന്ന ഒരു പ്രതിമയാണ് ഈ ഒരു കിളിയുടെ ശില്പം. ഇതൊരു തത്തയുടെ പ്രതിമ എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. എഴുത്തച്ഛന് കവിത ചൊല്ലിക്കൊടുത്തത് ഈ തത്ത എന്നാണ് വിശ്വാസം. കിളി പറയുന്ന രീതിയിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണവും മഹാഭാരതവും ശുദ്ധ മലയാളത്തിൽ എഴുതി വെച്ചത്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്നാണ് തുഞ്ചത്തെഴുത്തച്ഛനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തത്തയുടെ രൂപവും പിന്നെ എഴുത്താണിയുടെ രൂപവും ഇവിടെ ശിലാരൂപത്തിൽ പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് സരസ്വതി മണ്ഡപം. വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ഒരു പവിത്രമായ സ്ഥലമാണ് ഈ സരസ്വതി മണ്ഡപം. ആ ഒരു ദിവസം മാത്രമേ ഇവിടെ സന്ദർശകരെ പ്രവേശിക്കാൻ അനുവദിക്കത്തുള്ളൂ. അല്ലാതെ ഇതിൽ ആരും കയറിയിരിക്കരുത് എന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എഴുത്തിനിരുത്തുന്ന ദിവസം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾ പല വീഡിയോസിലൂടെയും ന്യൂസ് ചാനലിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകും. ഈ തുഞ്ചൻ പറമ്പിലെ ഓരോ മൺതരിക്കും അതിൻ്റേതായ പവിത്രതയുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. കാരണം മണലിൽ ഹരിശ്രീ ഗണപതായ നമ എന്ന് കുട്ടികളെ എഴുതിപ്പിച്ച് പരിശീലനം നടത്തിയത് തുഞ്ചത്തെഴുത്തച്ഛൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തുഞ്ചൻ പറമ്പിനെ വളരെയധികം പ്രാധാന്യം തുഞ്ചൻ പറമ്പിനുണ്ടെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. അത്രയും പവിത്രതയേറിയ ഒരു സ്ഥലവും കൂടെയാണിത്. ഇനി നമുക്ക് തുഞ്ചൻ കളരിയും കാഞ്ഞിരമരം കുളം ഇതൊക്കെ കാണാൻ പോകാം. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഓർമ്മ നിലനിർത്താനും മലയാള ഭാഷയുടെ ആ ഒരു പഴമ നിലനിർത്താനും വേണ്ടിയിട്ടാണ് തുഞ്ചൻ പറമ്പിൽ തുഞ്ചൻ സ്മാരകം പണി കഴിപ്പിച്ചത്. ഇവിടെ സരസ്വതി മണ്ഡപം, കിളിയുടെ പ്രതിമ, കൃഷ്ണശിലാ മണ്ഡപം, പിന്നെ മലയാള സാഹിത്യ മ്യൂസിയം, വിശ്രമ കേന്ദ്രങ്ങൾ, പിന്നെ ഒരു ഓഡിറ്റോറിയം കൂടെ ഇവിടെ ഉണ്ട്. നമ്മൾ പോയ ആ ഒരു ദിവസം അവിടെ ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന ഒരു ദിവസമായിരുന്നു. പിന്നെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം കൂടെ നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഹാളിൽ വെച്ചിട്ട്. പിന്നെ കുറച്ച് എഴുത്തുകാരെയും 1-2 ഫിലിം ആക്ടേഴ്സിനെയൊക്കെ ഞങ്ങളവിടെ കണ്ടിരുന്നു. കണ്ടില്ലേ ഇവിടുത്തെ കുളവും അതിന് ചുറ്റുമുള്ള കാഞ്ഞിരമരവും ഒക്കെ. എന്നാൽ ഈ തുഞ്ചൻ പറമ്പിലുള്ള കാഞ്ഞിരമരത്തിൻ്റെ ഇലയ്ക്ക് കയ്പില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ മരച്ചുവട്ടിലിരുന്നു കൊണ്ടാണ് എഴുത്തച്ഛൻ തൻ്റെ കൃതികൾ രചിച്ചതും കുട്ടികൾക്ക് വിദ്യ അഭ്യസിച്ച് നൽകിയതും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാഞ്ഞിരമരത്തിൻ്റെ ഇലയ്ക്ക് അത്രയും കയ്പ് കുറയാൻ കാരണം നമ്മുടെ ആ ഒരു മലയാള ഭാഷയുടെ മാധുര്യം ഉള്ളത് കൊണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്രത്തോളം മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് അവിടുത്തെ ആ ഒരു അമ്പലം.
ഇനിയും തുഞ്ചൻപറമ്പിൽ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതെല്ലാം ഞാൻ പാർട്ട് 2-ൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുഞ്ചൻപറമ്പിൽ വന്നിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.